ഇവിടെ വന്ന ഭയങ്കര സന്തോഷം. അമ്മേൻ്റെ അനുഗ്രഹം ഭയങ്കരല്ലാതെ ഉണ്ട് ഞങ്ങൾക്ക്. ഭയങ്കര സന്തോഷം. ഞാൻ 2ാമത്തെ വർഷമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഇനി അടുത്ത വർഷം എനിക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അമ്മ അനുവദിക്കട്ടെ. ചൂട് കുറവാ, ചൂടില്ല, സുഖമായിട്ട് പോണു. എല്ലാ കാര്യം ഭംഗിയായില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാ മാറ്റങ്ങളും ഉണ്ട്. അമ്മ തന്നിട്ടുണ്ട്. മക്കളെ വിദ്യാഭ്യാസവും എല്ലാം കൊണ്ടും അവർക്ക് ജോലി എല്ലാം ആയി. എല്ലാം ഒരു സമാധാനം. നമസ്കാരം. ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് മലയാളി വാർത്ത ഇപ്പോൾ ഉള്ളത്. ഭക്തജനങ്ങളുടെ തിരക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നാളെയാണ് പൊങ്കാലയൊക്കെ നടക്കാൻ പോകുന്നത്. ഇതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഭക്തജനങ്ങളൊക്കെ ഇവിടെ എത്തിക്കാണും. ഇത്രയും നിരവധി ആളുകളാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഒന്ന് നടക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പൊങ്കാല. അത് തന്നെയാണ് ഇവിടുത്തെ സവിശേഷത. കൂടുതൽ വിവരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. തൃശ്ശൂര്, കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ചങ്ങനകുളം. എപ്പോ എത്തി? ഇന്ന് വെളുപ്പിന് 5:10 6 മണിക്ക് എല്ലാ വർഷവും ഒരു 10-13 കൊല്ലമായിട്ട് വരുന്നുണ്ട്. എന്താണ് ഇവിടെ വരുമ്പോൾ നല്ലൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് എല്ലാ കൊല്ലവും ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷമാണോ? ഭയങ്കര സന്തോഷമാണ്. പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? ഒരുവിധം. ഇനി ഇത്തവണ എവിടെയാണ് സ്ഥലമൊക്കെ കിട്ടിയോ? കിട്ടി. തമ്പാനൂർ അരിസ്റ്റോ നഗറിലെടുത്തുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഇവിടെ എത്തിയത്? ഇന്ന് രാവിലെ. താമസമൊക്കെ സുഖം, കുഴപ്പമൊന്നുമില്ല. സുഖം. അമ്പലത്തിലെ ദർശനമൊക്കെ കിട്ടി. ഞങ്ങളെല്ലാം കഴിഞ്ഞതേ പുറത്തിറങ്ങി സമാധാനമായി. 13 വർഷമായിട്ട് വരുന്നതാണല്ലോ. അപ്പൊ എന്താണ് ഇത്തവണ ഒരു മാറ്റമായിട്ട് തോന്നിയത്? ഒന്ന് തിരക്ക് കൂടിയുണ്ട്, വേറെ അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. നല്ല തിരക്കാണ്. ചൂടൊക്കെയാണ്. ചൂട് കുറവാ, ചൂടില്ല, സുഖമായിട്ട് പോണു. എല്ലാ കാര്യം ഭംഗിയായില്ല. ചട്ടിയും കാര്യങ്ങളും അതൊക്കെ ഇനി മേടിക്കണം. പോണ വഴിക്ക് മേടിച്ചിട്ട് പോകും. സാധാരണഗതിയിൽ വില കൂടുതൽ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇഷ്ടികയൊക്കെ സാധാ വില തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് എണ്ണ അറിയണില്ല, കുറേ ആയി വരുന്നത്. എല്ലാ കൊല്ലം വരും. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു അനുഭവം? ഇന്ന് ഭയങ്കര തിരക്ക്. ആളുകൾ കൂടിയോ? നല്ലോണം കൂടിനി. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുമല്ലോ? ഉണ്ട്, എന്തായാലും ഉണ്ട്. എല്ലാ വർഷവും വരുന്ന പോലെ ഇത്തവണ എന്താണ് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിരിക്കുന്നത്? എന്താണെന്നറിയില്ല, കുറേ ആളുകളുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ ആ പിറ്റത്തെ കൊല്ലാകുമ്പോൾ ശരിയാവും എന്നാണ് നമ്മളെ വിശ്വാസം. ഉണ്ടായിന്. ആരൊക്കെ ഉണ്ട് കൂടെ? ഞങ്ങൾ കുറേ ആളുണ്ട്. ഒരു ചെറിയ ബസ്സിന് വന്നാൽ 26 ആളുണ്ട്. കോഴിക്കോട്. കോഴിക്കോട് ബീച്ച് അറിയില്ലേ? ബീച്ച് പുതിയങ്ങാടി അങ്ങനെ ആ ഭാഗത്ത്. ബസ്സിലാണ്. ഇന്നലെ രാത്രി പുറപ്പെട്ടാണ്. അപ്പോൾ ചെങ്കല്ല് പോയി, അവിടെ പോയി തൊഴുതെല്ലാം വന്നു, കുളിച്ച് തൊഴുതെല്ലാം വന്നിട്ടാണ്. കലൊക്കെ വാങ്ങി, അടുപ്പൊക്കെ വാങ്ങി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുമ്പോഴത്തേക്ക് തട്ടോന്നറിയില്ല. എന്താണ് പറയാനുള്ളത്? ഈ ഒരു പൊങ്കാല നല്ലതായിട്ട് സാഹചര്യത്തിൽ നല്ലൊരു അന്തരീക്ഷമാണ് കാണുന്നത്. ഞങ്ങൾക്കൊരാശ തോന്നി. ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾക്കൊരാശ തോന്നി. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പറയുന്നു അങ്ങനെ അപ്പോൾ ഇത്തവണ സാധിച്ചത്. അപ്പോൾ അത് ആദ്യമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വന്നതാണ്. കുറേ ആശിക്കുന്നു ഞങ്ങൾ. പ്രാവശ്യമാണ്. കോഴിക്കോട് ഉത്സവങ്ങളൊക്കെ അറിയാലോ. നമ്മൾ അവിടുത്തെ ഒരു രീതിയും ഇവിടെ തിരുവനന്തപുരത്ത് വേറെ രീതിയാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താണ് ഇവിടുന്ന് ഒരു അനുഭവം തോന്നുന്നത്? എന്താണ് അനുഭവം എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊരു കൂടുതൽ ഇതുമെല്ലാം നമുക്ക് കാണുന്നത്. കൊല്ലം വർധനകളാണ് വരുന്നത്. നമ്മൾ ആദ്യം കണ്ട മാതിരി അല്ലല്ലോ. ഓരോരോ കൊല്ലം കൂടും തോറും ജനങ്ങൾ വർദ്ധിക്കുക ചെയ്യുന്നത്. പിന്നെ എല്ലാം വിറകും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. നാളെ രാവിലേക്ക് ആവുമല്ലോ. പിന്നെ കോഴിക്കോട്. കോഴിക്കോടാ. ഞങ്ങൾ ആയകുടി ദേവി ക്ഷേത്രത്തിന്റെ അടുത്തുനിന്ന് വരുന്നത്. തിരുത്തിയാട്. ഉണ്ട്. അമ്മൻ്റെ അനുഗ്രഹം. നമുക്കെല്ലാ കാര്യങ്ങളും അമ്മനാലും നമ്മൾ വിചാരിക്കുന്നതിൽ സാധിച്ചു തരുന്നുണ്ട്. അതൊരു അനുഗ്രഹം ഉണ്ട് അമ്മൻ്റെ. അതുകൊണ്ട് എല്ലാ കൊല്ലം വരാം. ആ സമയമാകുമ്പോൾ ഇവിടെ എത്തണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. എന്നോട് ഒരാൾ പറഞ്ഞത്, ഞാൻ എപ്പോഴും TV കാണും കൽപ്പനയൊക്കെ ഇടുന്നതേ.
അപ്പോൾ വിചാരിക്കും എങ്ങനെയാണ് പോകും, നമ്മളവിടെ എങ്ങനെ എത്തും. ഒരു ദിവസം അവർ പറഞ്ഞു, ഞാൻ കുടുംബശ്രീ ഹരിത കർമ്മസേനയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം എന്നോട് പറഞ്ഞു, പ്രഭേ ഈ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ അവരെ കൂടെ പോന്നു. ആദ്യത്തെ തവണ ഇപ്പം അല്ല, അപ്പം 7 കൊല്ലം കഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടിലെല്ലാ മാറ്റങ്ങളും ഉണ്ട്, അമ്മ തന്നിട്ടുണ്ട്. മക്കളെ വിദ്യാഭ്യാസവും എല്ലാം കൊണ്ടും അവർക്ക് ജോലി എല്ലാം ആയി, എല്ലാം ഒരു സമാധാനം. ഇന്ന് ചൂടില്ല, ഇന്ന് ചൂടില്ല. നല്ല കാര്യം, അമ്മേൻ്റെ അനുഗ്രഹം. ചൂട് കുറച്ച്. പ്രഭാവതി. ഇവരൊക്കെ കോഴിക്കോട് നിന്ന് വന്നവരാ. ഇവിടെ വന്ന ഭയങ്കര സന്തോഷം. അമ്മേൻ്റെ അനുഗ്രഹം വല്ലാതെ ഉണ്ട് ഞങ്ങൾക്ക്. ഭയങ്കര സന്തോഷം. ഞാൻ 2ാമത്തെ വർഷമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഇനി അടുത്ത വർഷം എനിക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അമ്മ അനുവദിക്കട്ടെ. ഞങ്ങളിവിടെ അന്നദാനം ഉണ്ട്, ഞങ്ങൾ പോയി അവിടുന്ന് കഴിച്ചു. ഞങ്ങൾക്ക് സുരേഷ് ഗോപി നമ്മളെ മന്ത്രിയാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നത്. ഭയങ്കര അത് ഇരട്ടി സന്തോഷമായി. നമ്മളെ നടനല്ലേ. താമസമൊക്കെ ഞങ്ങളിത് എല്ലാവരും ആയിട്ട് തന്നെ ഞങ്ങൾ റൂമൊന്നും എടുത്തിട്ടില്ല. അമ്മേൻ്റെ മണ്ണിലിരിക്കുന്നതിന് ഏറ്റവും വലിയ സന്തോഷം. കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നുമൊക്കെയാണ് ഇവിടെ ഭക്തജനങ്ങൾ എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആറ്റുകാലമ്മയുടെ ഈ കഥകൾ കേട്ടറിഞ്ഞും പൊങ്കാലയിടാനുള്ള ആഗ്രഹവും ഒക്കെ കൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകൾ വരും. സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള ജനത്തിരക്കാണ് ഇത്തവണയും അനുഭവപ്പെടുന്നത് എന്നതാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും പ്രതികരിക്കുന്നത്. അതേസമയത്ത് ഇപ്പോൾ കാലാവസ്ഥയൊക്കെ അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ പൊങ്കാല ദിവസമാണ്. ഈ ഒരു ആവേശത്തിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.